ഗൈസ്, ഇത് എൻ്റെ ചാനലിലെ 100ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഒരു കണ്ടൻറ്റായിട്ടല്ല ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങളോട് ഒരു ടോക്ക്. അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു. എനിക്ക് വേറൊരു അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു 2020, പക്ഷെ അതിൽ ഒന്നും ഇട്ടിട്ടില്ല, കണ്ടൻറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഈ വർഷം ഒരു ഒക്ടോബർ സമയത്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ജസ്റ്റ് കുറേ കണ്ടൻസ് ആണ്, ടെക്നിക്കൽ കണ്ടൻസ് ഒക്കെ ഇട്ടു. ജസ്റ്റ് ഫണ്ണിയായിട്ടുള്ള, ഫണ്ണിയെന്നല്ല, അങ്ങനത്തെ ചില കണ്ടൻസ് കിട്ടു. പിന്നെ കുറച്ച് കണ്ടൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് F1 റിലേറ്റഡ് കണ്ടൻറ്റ് ഒരു വീഡിയോ ഇട്ടു. അപ്പോഴത്തേന് അതിന് 1-2 വീഡിയോ കിട്ടപ്പോഴത്തേന് അതിന് കുറച്ച് റീച്ച് വന്നു. റീച്ചല്ല, കമൻറ്റും ലൈക്കൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്ന് വിചാരിച്ച് F1 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ F1 കണ്ടൻസ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടു. പിന്നെ ഇടയ്ക്ക് മറ്റ് മോട്ടോർ സ്പോർട്സ് റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ മറ്റേ MotoGPയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ലെ റാലി എൻഡുറൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ മറ്റ് ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഫിസിക്സ് റിലേറ്റഡ്, ബ്ലാക്ക് ഹോൾ, അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾ റിലേറ്റഡ് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. അതാണ് പിന്നെ കൂടുതൽ അങ്ങനെ രീതിയിലേക്ക് പോകാൻ. ഇനി നല്ല നല്ല കണ്ടൻസ് ചെയ്യണമെന്നാണ് പ്ലാൻ. നിങ്ങളത് അതുപോലെ തന്നെ എൻഗേജ് ചെയ്യുന്നുണ്ടല്ലോ, കമൻസിനോടൊക്കെ എൻഗേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടാനൊരു ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞാൽ ഈ ബാക്ക് ഡ്രോപ്പിൻ്റെ കാര്യവും ലൈറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ അതെല്ലാം സെറ്റ് ചെയ്യണം. അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. പിന്നെ ഒരു ഗെയിമിംഗ് ചാനൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അത് ഓൾറെഡി ആ ഒരു ചാനലുണ്ട്, പക്ഷേ അതിലിപ്പോൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലൈവ് സ്ട്രീമിങ് അങ്ങനെ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് പ്ലാൻ. ആ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് വേറൊരു ഇനി വരുന്ന മോട്ടോർ സ്പോർട്സ് റിലേറ്റഡ് വീഡിയോ തന്നെയായിരിക്കും. അത് കാണുക. ബൈ.